ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചന യാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6, 16, 18 വാക്യങ്ങൾ. തപസ് കാലത്തിന് നമ്മൾ ആരംഭം കുറിക്കുകയാണെന്ന്. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നൊയമ്പ് കാലം നെറ്റിയിൽ ചാരം പൂശിക്കൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി അവരുടെ മുൻപിൽ വച്ച് നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാണിക്കാൻ വേണ്ടി ഒരു പ്രഹസനം പോലെ മാറേണ്ടതല്ല തപസ്സുകാലം. നാം നമ്മോട് തന്നെ ആത്മാർത്ഥതയോടെ ഉത്തരവാദിത്തോടു കൂടി അനുഷ്ഠിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് തപസ്സുകാലം. ഞാൻ പറയും, കാണിക്കാൻ വേണ്ടി ചെയ്യണം. ആരെ? ക്രിസ്തുവിനെ കാണിക്കുവാനായിട്ട് നമുക്ക് ഈ തപസ്സുകാലം ജീവിക്കാം. ക്രിസ്തുവിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ തപസ്സുകാലത്ത് അനുഷ്ഠിക്കേണ്ട എല്ലാവിധമായ കാര്യങ്ങളും ഓർത്ത് ഇരിക്കുവാനായിട്ട് ഈ ദിനം ദൈവത്തിന് സമർപ്പിക്കാം. അതുകൊണ്ട് തന്നെയാണ് കുരിശടയാളത്താൽ നമ്മുടെ നെറ്റിയിൽ നമ്മൾ ചാരം പൂശുന്നത്. നെറ്റിയിൽ നമ്മൾ കുരിശടയാളത്താൽ ഇടുന്ന ഓരോ കുരിശിലും നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് നവീകരിക്കുവാൻ വേണ്ടി കൂടിയുള്ളതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ മണ്ണാണ്, മണ്ണിലോട്ട് മടങ്ങേണ്ടവനാണ്. ഈ നശ്വരമായ ജീവിതത്തെ സ്നേഹിക്കുന്നതോടൊപ്പം അതിലേറെ അനശ്വരമായ സ്നേഹത്തെ, അനശ്വരമായ ജീവിതത്തെ നാം സ്നേഹിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. ഈ തപസ്സുകാലത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത് ക്രൂശിത രൂപമായിരിക്കാം. അവൻ്റെ വേദനകളും പ്രയാസങ്ങളും കണ്ണുനീരും രക്തത്തുള്ളികളുമൊക്കെ നമ്മൾ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. കർത്താവിനെ കുറച്ചുകൂടെ ചേർത്ത് പിടിക്കാൻ സാധിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രത്യേകതരം ഒരു കാലഘട്ടമാണ് അത്. ദുഃഖത്തിൻ്റെ മാത്രം ഒരു കാലഘട്ടമല്ല, ഒരു നവീകരണത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ആത്മശോധനയ്ക്കൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഒരു ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നമ്മൾ വിഭൂതി ബുധനിൽ തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായിട്ടും അന്നേ ദിനം നാം ദിവ്യബലിയിൽ സംബന്ധിക്കുമ്പോൾ പുരോഹിതൻ നെറ്റിയിൽ കുരിശടയാളത്താൽ ചേർത്ത് വയ്ക്കുന്ന കുരിശിനെ നമ്മുടെ ചിന്തകളോടും ബുദ്ധിയോടും ഹൃദയത്തോടും കൂടി ചേർത്ത് വയ്ക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. തുടർന്നുള്ള ജീവിതത്തിൽ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, കർത്താവ് സഹിച്ച വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹനങ്ങളുമൊക്കെ നമുക്കും ജീവിതത്തോട് ചേർത്ത് വച്ചുകൊണ്ട് പ്രായശ്ചിത്തവും ഉപവാസവും ദാനധർമ്മവും ഒക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ ക്രിസ്തുവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.